ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റൽ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അർജുന ബാച്ചിലെ നമ്പർ സിസ്റ്റത്തിന്റെ 5ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്പർ സിസ്റ്റത്തിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഈ ഒരു റൗണ്ടിലെ. അപ്പം ഏകദേശം 50 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിനു മുമ്പുള്ള 4 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരിക. അർജുന ബാച്ച് എന്ന് പറഞ്ഞാൽ SSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള പിനാക്കിൾ ബുക്കിന്റെ സൊല്യൂഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്ന, നിങ്ങൾ അതിൽ കാണുന്ന സൊല്യൂഷനോ ഒന്നും നോക്കണ്ട. ഇതിൽ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് എക്സാം മെത്തേഡും അതിന്റെ ബേസിക് മെത്തേഡും നിങ്ങളെ പറഞ്ഞു തരുന്ന ഒരു ബാച്ചാണ് നമ്മുടെ അർജുന ബാച്ച്. ഇപ്പം പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്പർ സിസ്റ്റത്തിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇപ്പോൾ ഒരാഴ്ച ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു പോകും. അടുത്ത ആഴ്ച അടുത്ത ചാപ്റ്റർ ആയിരിക്കും. അടുത്ത ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് നാളത്തെ ക്ലാസ് തന്നെ, നമുക്ക് തിങ്കളാഴ്ച തന്നെ അടുത്ത ക്ലാസ് അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. SIC ആയിരിക്കും മിക്കവാറും. സിമ്പിൾ ഇൻഡസ്ട്രി, കോമ്പൗണ്ട് ഇൻഡസ്ട്രി അതായിരിക്കും നമ്മൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവരുമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും SSC അതേപോലെ റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ കാര്യം എത്തിക്കുക. ഓക്കെ, മാക്സിമം പേരും ഇതിൻ്റെ ക്ലാസ്സുകൾ കണ്ട് സെറ്റായിട്ട് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി പോകണം. ഓക്കെ, അപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് മാത്രമല്ല കേരളത്തിലുള്ളവർക്കും ബെസ്റ്റ് മെത്തേഡും ബെസ്റ്റ് ആയിട്ടുള്ള മാത്സ് സൊല്യൂഷൻസും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എല്ലാവരിലോട്ടും എത്തിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. 2 പോസിറ്റീവ് നമ്പേഴ്സ് ഡിഫർ ബൈ 2001. ഇപ്പോൾ 2 നമ്പേഴ്സ് എക്സും വൈ ആണെങ്കിൽ x - y എന്താണ് 2001. ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് എങ്ങനെ ചെയ്യണം എന്നുള്ള മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഏകലവ്യ ബാച്ചും ഉണ്ട്, അതുപോലെ റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ചും ഉണ്ട്. രണ്ടിലും നമ്മൾ എന്ത് ചെയ്യും? ബേസിക് ടു ഹൈ ലെവൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും, ബേസിക് ലെവൽ മുതൽ. അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂഷൻ ആണ് ചെയ്യുന്നത്. എക്സാമിന് എങ്ങനെ നിങ്ങൾ ചെയ്യണം. വെൻ ദ ലാർജർ നമ്പർ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദ സ്മോളർ നമ്പർ ദ ക്വോഷ്യന്റ് ഈസ് 9 ആൻഡ് ദ റിമൈൻഡർ ഈസ് 41. വെൻ ദ ലാർജർ നമ്പർ എക്സിനെ y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ആ ഡിവൈഡ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഡിവൈസർ. ക്വോഷ്യന്റ് ഈസ് 9. അപ്പം 9y പ്ലസ് റിമൈൻഡർ 41. എങ്ങനെയാണ് ഞാൻ ഇത് എങ്ങനെ എഴുതിയത്? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവിഡൻഡ്, ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് എഴുതിയത്. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി 9y + 41. അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 9y + 41 -y വരും. അപ്പോൾ 9y - y 8y വരും. 8y + 41 = 2001. 8y = 1960. y = 1960/8. 1960/8 എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതാം. 1960/8. ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്. അതിന് കാൽക്കുലേഷൻ സ്പീഡിന് നമ്മുടെ കാൽക്കുലേഷൻ്റെ ക്ലാസ് ഉണ്ട്, അതെടുത്ത് കാണുക. എന്തിനാണ് നിങ്ങൾ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് ഈ ക്ലാസ്സുകളും കാണുന്നവരോട് മനസ്സിലാവും. അതുപോലെ അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 19-8 2, ബാക്കി 36 4, ബാക്കി 40 5. 245 വൈയുടെ വാല്യൂ. നമുക്ക് സം ഓഫ് ഡിജിറ്റ് ഓഫ് ദ ലാർജർ നമ്പറാണ് വേണ്ടത്. അപ്പോൾ ലാർജർ ഡിജിറ്റിന്റെ സം ഓഫ് ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്. അപ്പം x - y 245 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എന്ത് വരും? x - 245 2001 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ 245 അപ്പുറത്തും. ഇപ്പോൾ 2246 സം ഓഫ് ഡിജിറ്റ് 10, 12, 14. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? ആൻസർ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി ആൻസർ മാർക്ക് ചെയ്ത് നമുക്ക് പോകാം. ഇതായിരിക്കണം ഈ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്തുള്ള ഇത്രയും സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, വെൻ എ 2 ഡിജിറ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ സം ഓഫ് ഇസ് ഡിജിറ്റ്, പ്രോഡക്റ്റ് 424. വെൻ ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ സം ഓഫ് ദ ഡിജിറ്റ്, ദ റിസൾട്ട് ഈസ് 280. ദ സം ഓഫ് ഡിജിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ. അപ്പോൾ ഈ നമ്പറിൻ്റെ സം ഓഫ് ഡിജിറ്റ് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാം. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പറാണ്. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ഞാൻ XY എന്ന് എടുത്തു. എക്സ് വൈയും ആണ് 2 ഡിജിറ്റുകൾ. ആ നമ്പറെ ഞാൻ 10x + y എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എക്സും വൈയും ആണ് എന്തെന്ന് പറയുന്നത് ഡിജിറ്റുകൾ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈഡ് ബൈ ദ സം ഓഫ് ഡിജിറ്റ്. അപ്പോൾ ആ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 10x + y ആണ്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? സം ഓഫ് ഡിജിറ്റ് ആയിട്ടുള്ള എക്സും വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പറെ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത്. ഇപ്പോൾ 36 നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? 36 ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ 36 നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? 36 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, എന്തോ പ്രശ്നമുണ്ട്, നോക്കാം. ഓക്കെ, ചെയ്യാം. യെസ്, 36 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്നത് 3ഉം 6ഉം ആണ് ഇവിടുത്തെ ഡിജിറ്റുകൾ. അതായത് x 3ഉം y 6ഉം ആണ്. 10 × 3 30 അധികം y. അങ്ങനെ നമ്മൾ 36 എന്ന് പറയുന്ന ഒരു നമ്പറിനെ എഴുതുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ. യെസ്, ഓക്കെ. ഇനി ഇതിൻ്റെ ബാക്കി എന്താ പറഞ്ഞേക്കുന്നത്?
അങ്ങനെ ചെയ്യുമ്പോൾ എത്രയാണ് 424 വരുന്നത്. ഇനി വെൻ ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ഡിജിറ്റ്, അതായത് എക്സ് വൈ എന്നുള്ള നമ്പർ ഏത് ഫോമിലാവും, വൈ എക്സ് എന്നുള്ള ഫോമിലാവും. ആദ്യം വൈയും പിന്നെ എക്സും, അതായത് 36 ആയിരുന്നെങ്കിൽ അത് 63 ആയി. അപ്പോൾ ആ നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 10 ഇൻറ്റു 10ന്റെ സ്ഥാനത്തുള്ള നമ്പർ ഇൻറ്റു അതിന്റെ ഡിജിറ്റ് 10y പ്ലസ് എക്സ് എന്ന് എഴുതാം. ഇതാണ് തിരിച്ച നമ്പർ. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത സം ഓഫ് ഡിജിറ്റ് ഇത് തന്നെ. എക്സ് പ്ലസ് വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 280 കിട്ടും. എന്ത് ചെയ്യുക, രണ്ടിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് പ്ലസ് വൈ പോകുമ്പോൾ എക്സിന്റെ വൈയുടെ റേഷ്യോ നമുക്ക് കിട്ടും, എക്സിന്റെ വൈയുടെ റിലേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എത്ര കൊണ്ട് വെട്ടാം, 7 കൊണ്ട് വെട്ടാമോ, ഇല്ല 4 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 70, 4 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 106 അല്ലേ, 106. ഇനി 2 കൊണ്ട് വെട്ടുമ്പോൾ 53, 2 കൊണ്ട് വെട്ടുമ്പോൾ 35. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ വൈയുടെ വാല്യൂ വേണം. അപ്പോൾ ഇതൊക്കെ കാൽക്കുലേഷൻ ചെയ്യുന്നത് സ്റ്റെപ്പ് മാക്സിമം സ്കിപ്പ് ചെയ്യാം. ഇത്രയും മാത്രമേ നിങ്ങൾ എഴുതാവൂ. ഞാൻ ഇത്ര എഴുതുന്നോ അത്രയും മാത്രമേ നിങ്ങൾ എഴുതാവൂ. ആ ലെവലിൽ തന്നെ പഠിക്കുക. അപ്പോൾ ഇവിടെ ഇനി എക്സിനെ മാത്രം നോക്ക്. ഇവിടെ 35 10, ഇപ്പം 350 എക്സ് ആയി. റൈറ്റ് സൈഡിൽ ഇവിടെ എക്സും 53, 350 എക്സും ഇവിടെ 53 എക്സും. അപ്പോൾ എന്താവും, 297 എക്സ്. ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. ഇനി 35 വൈ ഇവിടെ ഉണ്ട്, ഇവിടെ 530 വൈ ഉണ്ട്. 530 വൈയും 35 വൈയും, 530 വൈയും 35 വൈയും. 530 മൈനസ് 35 495 വൈ. ഇപ്പം എക്സ് ബൈ വൈ നമുക്ക് എന്ത് കിട്ടി, എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 495 ഡിവൈഡഡ് ബൈ 297. നമുക്ക് എന്തുണ്ട് കോമൺ ആയിട്ട് ഇതിനകത്ത്, 9 ഉണ്ട്. 9 വേണ്ടി 9 വെട്ടി നോക്കാം. ഇത് 81 നോക്കാം. 9 വെച്ച് കിട്ടുമ്പോൾ 5, ബാക്കി 45-നകത്ത് 9, 5 വട്ടം ഇവിടെ 9 വെച്ച് കിട്ടുമ്പോൾ 3, ബാക്കി 27-നകത്ത് 9, 3 വട്ടം 33. 55 ബൈ 33 എന്ന് പറയുമ്പോൾ 11 വെച്ച് കിട്ടുമ്പോൾ 5/3. ഇത് എക്സ് ബൈ വൈ, എക്സിന്റെ വൈയുടെ റേഷ്യോ എന്ത് കിട്ടി, എക്സ് ബൈ വൈ നമുക്ക് 5:3 കിട്ടി. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെ കൊടുക്കാം. ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്, എക്സിന് 5 കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കിയത്. കാര്യം എക്സിന് 5 ആവും, എക്സിന് 10 ആവുമ്പോൾ എക്സ് എന്താവും, വൈ എന്താവും, 6 ആവും. 5:3 ആണ് അവരുടെ റേഷ്യോ. എക്സ് 5 ആവുമ്പോൾ വൈ എന്തായിരിക്കും, 3 ആയിരിക്കും. എക്സ് 10 ആവുമ്പോൾ വൈ 6 ആയിരിക്കും. എക്സ് 15 ആവുമ്പോൾ വൈ 9 ആയിരിക്കും. ഇപ്പോൾ റേഷ്യോ ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആ നമ്പർ ആണോ. അപ്പോൾ എക്സിന് നമ്മൾ 5 കൊടുക്കുമ്പോൾ നമുക്ക് ആ നമ്പർ എന്ത് വരും, 10 × 5 50 + 3 53 വരും. 53-നെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 53-നെ അതിൻ്റെ സം ഓഫ് ഡിജിറ്റ് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 400 427 കിട്ടും. ഇനി തിരിച്ചിടുമ്പോൾ 35-നെ നമ്മൾ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും, 240 കിട്ടി. 280 കിട്ടുകയും ചെയ്യും. 240 40 280 കിട്ടുകയും ചെയ്യും. സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാണ്, 53 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, സം ഓഫ് ഡിജിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ എന്ന് പറഞ്ഞാൽ 5 3 8. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് കുറച്ച് എഴുതാനുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാം, മാക്സിമം ഇതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എക്സ്പ്രസ് എഴുതാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു കൺസെപ്റ്റ് അറിയണം. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഈ ഒരു ബാച്ചിൻ്റെ, ഈ ഒരു അർജുന ബാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് കാണാത്തവർക്ക് വലിയ നഷ്ടമാണ് വരുന്നത്. വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം. ഇത് പഠിച്ചു പോകുന്ന ഒരാൾക്ക് അവരുടെ മാത്സിൽ എന്തായാലും എന്തോ ഒരു ചേഞ്ച്, നിങ്ങളുടെ അപ്രോച്ച് എല്ലാം ചേഞ്ച് ആവും. അത് ചേഞ്ച് ആയ ഒരുപാട് പേര് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയാം. ബാക്കിയുള്ളവർ അത് കണ്ടിട്ട് എന്ത് ചെയ്യട്ടെ, ഇത് പഠിക്കട്ടെ, പഠിച്ച് സെറ്റ് ആവട്ടെ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, ഭയങ്കര പിന്നോക്കം പോകുന്നത്. കാര്യം അവർ ഈ മെത്തേഡ്സ് ഒന്നും നോക്കുന്നില്ല. അവർ ഒരു ബുക്ക് എടുത്ത് പഠിക്കുകയാണ്, അവർ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യണം, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ബേസ് പഠിച്ചിട്ട് പിന്നെ ഇത് പഠിക്കാമെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. നിങ്ങളിത് പഠിക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിൽ ഡൗട്ട് വന്നാൽ ചോദിക്കുക. ക്ലാസ്സുകളെല്ലാം കാണുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും ഹാർഡ് വർക്ക് അല്ല, നിങ്ങൾക്കൊരു സ്മാർട്ടായിട്ടുള്ള ഹാർഡ് വർക്കാണ് വേണ്ടത്. സ്മാർട്ട് വർക്കാണ് ഇപ്പോഴത്തെ ഒരു എക്സാമിന് ആവശ്യം. അപ്പം നമ്മൾ 100 ക്വസ്റ്റ്യനൊന്നും ഇല്ല മെയിൻസിന്. പക്ഷേ ചോദിക്കുന്ന നല്ല ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ ചെയ്യുകയും വേണം. അതാണ് നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സ്മാർട്ടായിട്ട് ഇതേപോലുള്ള സ്മാർട്ട് മെത്തേഡ്സിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കണ്ടിന്യൂറ്റി എന്ത് ചെയ്യരുത്, നിർത്തരുത്. അതായത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്കിൽ ചെയ്യണം. എക്സ് ബി ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ, ഈ നമ്പർ കൊണ്ട് റിമൈൻഡർ ഇൻ ഈച്ച് കേസ് ഇസ് 10 ആൻഡ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 31. വാട്ട് ലീസ്റ്റ് നമ്പർ ഷുഡ് ബി ആഡഡ് ടു എക്സ് ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇത് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഒരുപാട് പേര് ഇത് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമ്മളിപ്പോൾ 50 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ്. അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, 15-ൻ്റെയും 18-ൻ്റെയും 20-ൻ്റെയും 27-ൻ്റെയും LCM ഓഫ് ഗിവൺ നമ്പേഴ്സ്, GN എന്ന് എഴുതുകയാണ്. അത് ഇൻറ്റു എക്സ് അല്ലെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്പിൾ അധികം എന്തായിരിക്കും, 10 എത്രയാണോ റിമൈൻഡർ അത് കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നത്, കാര്യം അത് 31-ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഏറ്റവും ലീസ്റ്റ് നമ്പർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗിവൺ നമ്പേഴ്സിൻ്റെ LCM ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. LCM നന്നായിട്ട് പഠിക്കണം. ഒന്നും അറിയില്ല എന്നുള്ളവർ, നന്നായിട്ട് പഠിക്കണം എന്നുള്ളവർ നമ്മുടെ ഏകലവ്യ ബാച്ചിൽ LCM SCFൻ്റെ 3 ക്ലാസ്
നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് LCM HCF. പിന്നെ നിങ്ങൾ വേറെ എവിടെ നിന്നും LCM HCF പഠിക്കേണ്ട വരത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ആ ക്ലാസ് കാണുക. അതിനകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല, കൂടുതൽ കാര്യങ്ങൾ കിട്ടി സെറ്റായിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 15, 18, 20, 27. അപ്പോൾ നമുക്ക് 15ൻ്റെ LCM എന്താ? 2ൽ 3 ഉണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാം? 18ൻ്റെ 27 നോക്കാം. 2ൽ 9 ഉണ്ട്. അപ്പോൾ ഇതും പോയി 2 കൊടുക്കുമ്പോൾ എത്രയായി? 54. ഇനി 15ലും 54ലും 3 ഉണ്ട്. അപ്പോൾ ഒരു 5 ബാക്കിയുണ്ട്. ഇപ്പോൾ 57 5 220. 220 20ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 220 20ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ ഓക്കെ 200. ഓക്കെ എവിടെയെങ്കിലും കാൽക്കുലേഷൻ നോക്കിയിട്ടെ. ഓക്കെ LCM കണ്ടുപിടിക്കാം. അപ്പോൾ 18, 27 ഏതെങ്കിലും 2 നമ്പർ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? LCM നോക്കുക. 18, 27 2ലും കോമൺ ആയിട്ട് 9 ഉണ്ട്. ഇവിടെ 9 കൊണ്ട് 2 ആണ്. 9 കൊണ്ട് 2 ആകുമ്പോൾ ഈ 2 കൊണ്ട് ഇവിടെ കുടിക്കുക. അപ്പോൾ 54. ഇനി നമുക്ക് 15, 20, 54 ആണുള്ളത്. 15ലും 20ലും LCM നോക്കുക. 15ലും 20ലും കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട്. അപ്പോൾ ഇവിടെ 3 എക്സ്ട്രാ ഉണ്ട്. ഇവിടെ 3 ഇല്ല. അപ്പം 3 കൊണ്ട് കുടിക്കാം. ഓക്കെ 5 ഉണ്ട്, 3 കൊണ്ട് കുടിക്കുക. അപ്പോൾ 60. 15ൻ്റെ ഇത് 60 ആണ്. 60ൻ്റെ 54ൻ്റെ LCM വേണം. 60ലും 50ൻ്റെ റേഷ്യോ എടുത്താൽ മതി. 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 10, ഇവിടെ 9. ഒന്നുകിൽ 9 ഗുണം 60 അല്ലെങ്കിൽ 10 ഗുണം 54. എത്ര? 540 ആണ് LCM. 540 ആണ് LCM. LCMൻ്റെ ക്ലാസ് കണ്ടാൽ എങ്ങനെയാണ് ഇതേപോലെ LCM കണ്ടുപിടിക്കുന്നതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ എടുത്ത് ചെയ്യുന്നതും നിങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടുപിടിക്കാം, വേഗത്തിൽ കണ്ടുപിടിക്കാം. 540 K അധികം 10 ആണ് നമ്മുടെ നമ്പറിൻ്റെ ഇത്. കണ്ടുപിടിച്ചേ പറ്റും, വേറെ വഴിയില്ല. അപ്പം ഇനി ഇതെന്താണ്? 31ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് 550 ആണ് ആ നമ്പർ എന്ന് പറയായിരുന്നു, അങ്ങനെയുള്ള നമ്പർ എന്ന് പറയായിരുന്നു, ലീസ്റ്റ് നമ്പർ. പക്ഷെ നമുക്ക് ഇത് 31ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നൂടെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നമ്പർ കണ്ടുപിടിക്കണം. 31 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 31 ഒരു വട്ടം പോവും. ബാക്കി 23, 230, 230, 230, 230 എത്ര? 31 ഗുണം 7, 217. ബാക്കി 13 K + 10 എന്ന് വരും. 13 K + 10 എന്ന് പറയുന്ന സാധനം ബാക്കി എന്തായി? ബാക്കി മൾട്ടിപ്ലൈ. അത് 31ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി Kക്ക് ഏത് വാല്യൂ കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Kയുടെ വാല്യൂ എത്രയാണ്? 1 കൊടുത്താൽ പറ്റത്തില്ല, 23 ആവും. 2 കൊടുത്താൽ 36, 3 കൊടുത്താൽ ഇല്ല, 3 കൊടുത്താൽ എത്ര? ഇല്ല. 4 കൊടുത്താൽ 52, 10, 62. അപ്പോൾ Kയുടെ വാല്യൂ എത്രയാണ്? K എന്ന് പറഞ്ഞാൽ 4 ആണ്. Kക്ക് 4 കൊടുക്കുമ്പോൾ എന്താവും? ഇത് 62 ആവും, 31ൻ്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 540 × 4 + 10. 540 × 4 + 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57 4 216. 2160, 10 2170 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്കോർ ആവും? ഇപ്പോൾ 2100 കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം 2209 എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയറാണ്. അപ്പം 37 ആഡ് ചെയ്താൽ മതി, 39 ആഡ് ചെയ്താൽ മതി. 2209 എന്ന് പറഞ്ഞാൽ എത്രൻ്റെ? 209 എന്ന് പറഞ്ഞാൽ 47ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, ഇതറിയാത്തവരാണെങ്കിൽ ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇതറിയാത്തവരാണെങ്കിൽ ഇത് സ്ക്വയറിൻ്റെ ഒക്കെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? 45ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 4 × 5 20, 25. ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത 46ൻ്റെ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 6 വരുന്നത്. അടുത്ത 47ൻ്റെ സ്ക്വയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 47ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50നേക്കാൾ 3 കുറവാണ്. അപ്പോൾ 0,9 എഴുതും. എന്നിട്ട് 25ൽ നിന്ന് എന്ത് കൊടുക്കുക? 3 കുറയ്ക്കുക. 22, 0,9. ഈ മെത്തേഡൊക്കെ യൂട്യൂബിലുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്യുക. സ്ക്വയർ ആൻഡ് ക്യൂബ് റൂട്ട് എന്ന് സെർച്ച് ചെയ്യുക. മലയാളം എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടാൽ അതെന്ത് ചെയ്യുക? അതെടുത്ത് കാണാവുന്നതാണ് മലയാളത്തിൽ. ഓക്കെ, 2209 ആണ് നമ്മുടെ ആ നമ്പർ. അപ്പോൾ ഇതിൻ്റെ കൂടെ എത്ര കൂട്ടേണ്ടി വരും? 39 കൂട്ടേണ്ടി വരും. വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല. ഇത് സ്പീഡിൽ, എത്ര സ്പീഡിൽ നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. എത്ര സ്പീഡിൽ നിങ്ങൾ LCM കണ്ടുപിടിക്കുന്നു, എത്ര സ്പീഡിലാണ് നിങ്ങളുടെ. ഓക്കെ, ഇത് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ ഓക്കെ 2209. ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, എന്തോ ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്, നോക്കട്ടെ. യെസ്, ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 3600. ഇപ്പോൾ 3600 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറിന്റെ ടേംസിൽ എഴുതുക. അപ്പം 36 എന്ന് പറഞ്ഞാൽ 9 × 4 ആണ്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ, 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, 100 എന്ന് പറഞ്ഞാൽ 25 × 4 ആണ്, ഇൻറ്റു 2 സ്ക്വയർ വരും. ഇപ്പോൾ 2 സ്ക്വയർ × 2 സ്ക്വയർ എന്താകും? 2⁴ ആവും. എന്നിട്ട് എന്ത് ചെയ്യുക? ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ +1 മൾട്ടിപ്ലൈ ചെയ്യുക. പ്രൈം നമ്പറിന്റെ ടേംസിൽ എഴുതിയിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് പവർ +1. 2 × 1 3, 4 × 5, 2 × 1 3. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 15 × 3 45 ഫാക്ടേഴ്സ് അവിടെ കാണും. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ 12, 16, 18, 20, 25 ഡിവൈഡ് ലീസ്റ്റ് നമ്പർ എക്സ്, റിമൈൻഡർ ഇൻ ഈച്ച് കേസ് ഈസ് 4, ബട്ട് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 7. ഇപ്പോൾ നേരത്തെ 31 എന്ന് പറഞ്ഞു, ഇവിടെ 7 എന്ന് പറഞ്ഞു. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ CGL മെയിൻസിന് 2 ഷിഫ്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. ഇതിന്റെ ഇത്ര LCM കണ്ടുപിടിക്കണം. ഓക്കെ, ഓക്കെ, എന്തോ ഒരു ജസ്റ്റർ നന്നായി കിടക്കുവാണ്. കുഴപ്പമില്ല. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ LCM കണ്ടുപിടിക്കും. എൻ്റെ LCM എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 12, 16, 18, 25. അപ്പോൾ ഇതിന് എളുപ്പം എങ്ങനെ LCM കണ്ടുപിടിക്കാൻ പറ്റും? 20, 25 കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്? നമുക്ക് 100 ആണ്. ഓക്കെ, അവിടെ എന്തോ ഒരു ആക്ഷൻ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഡിവൈഡ് ലീസ്റ്റ് മെമ്പർ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ LCM ആണ്. LCM എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 20, 25 100 മൾട്ടിപ്ലിക്കേഷൻ LCM. ഇനി 12, 16, 12, 18 കോമൺ ആയിട്ട് എന്തുണ്ട്? 12 4 ഉണ്ട്, അപ്പം 48 വരും. ഇനി 18, 100, 18 100 എന്താണ്? 18 100 കോമൺ ആയിട്ട് 2 ഉണ്ട്, 9 ഇല്ല. 900, 48, 48ഉം 900 ആണ്. അപ്പം 48 900 എന്തുണ്ട്? 48നകത്ത് ഒരു 4 ഉണ്ട്, ഒരു 3 ഉണ്ട്, ഒരു 4 ഉണ്ട്. അപ്പം 4 ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇവിടെ 3 മൾട്ടിപ്പിൾ ആണ്. ഒരു 4 ഇവിടെ വേണം, കാര്യം ഇതിനകത്ത് ഒരു 4 ഉണ്ട്. അപ്പം 4 കൊണ്ട് എന്ത് ചെയ്യണം? 900 മൾട്ടിപ്ലൈ ചെയ്ത് 3600 ആണ് ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ നമ്പർ ഏത് ഫോമിലായിരിക്കും? ആ നമ്പർ എന്ന് പറഞ്ഞാൽ 3600K പ്ലസ് ആ റിമൈൻഡർ എത്രയാണ്? 4 എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. ഇതാണ് 7ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് Kയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ഒറിജിനൽ നമ്പർ കിട്ടാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 35 വരെ പോകും. ശിഷ്ടം 1, 10നകത്ത് ഒരു വട്ടം ആക്കി 3, 30K/7, 28 വരെ പോകും. ശിഷ്ടം എത്ര വരും? 2K. 2K അധികം 4, 7ന്റെ മൾട്ടിപ്പിൾ ആയാലേ ഈ നമ്പർ എന്താവത്തുള്ളൂ? ടോട്ടൽ 7ന്റെ മൾട്ടിപ്പിൾ ആകത്തുള്ളൂ. ഇപ്പോൾ Kക്ക് എന്ത് വാല്യൂ കൊടുക്കാം? 1 ചെക്ക് ചെയ്ത് നോക്കുക. 1 കൊടുത്താൽ 6, 2 കൊടുത്താൽ 8, 3 കൊടുത്താൽ 10, 4 കൊടുത്താൽ 12, 5 കൊടുത്താൽ 14. ഓക്കെ, അപ്പോൾ Kക്ക് എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. അപ്പോൾ നമ്മുടെ വാട്ട് ഈസ് ദ ഡിജിറ്റ് അറ്റ് ദ 1000 പ്ലേസ്? എക്സിന്റെ 1000 പ്ലേസ്. ഇതാണ് എക്സ് എന്ന് പറയുന്നത്. 3600 എന്ന് പറയുമ്പോൾ എത്ര? 36, 5, 180, 2 0, പിന്നെ ഒരു 4 കൂടെ കൂട്ടണം. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഇതിനകത്ത് 1000 പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, 180, 3600 വരുന്നത്. 3600 × 5, 36, 180, 2 0, 2 0, 2 0, അതിൻ്റെ കൂടെ +4. ഓക്കെ, അപ്പം 180. ഓക്കെ, 180, 2 0, പിന്നെ 4. അപ്പം 18004 നമ്മുടെ നമ്പർ. അപ്പോൾ അതിൻ്റെ 1000 പ്ലേസ് ഇതാണ്. 8, 10, 100, 1000. ഇതാണ് 8ആണ് അതിൻ്റെ 1000 പ്ലേസിലെ ഡിജിറ്റ്. ഇനി നിങ്ങൾക്ക് തെറ്റരുത്. മാക്സിമം സ്പീഡിൽ നിങ്ങളത് ചെയ്യുക. ഓക്കെ, LCM സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, വൺ ഓഫ് ദ ഫാക്ടർ എന്താണ്? അതാണ് വേണ്ടത്. K ഓഡ് നമ്പർ. അപ്പോൾ ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? K ഓഡ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഓഡ് നമ്പർ കൊടുത്താലും എന്താണോ ഇത് സാറ്റിസ്ഫൈ ആണ്. ഇപ്പോൾ Kക്ക് നിങ്ങൾ 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 8ന്റെ സ്ക്വയർ 64, 5ന്റെ സ്ക്വയർ 25, 89 എന്ന് കിട്ടും. അപ്പോൾ എന്തായിരിക്കും? ഇത് 89ന്റെ മൾട്ടിപ്ലൈ ആയേ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ യൂണിറ്റിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂണിറ്റ് കണ്ടുപിടിക്കുന്നതെന്ന്. നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ, നമ്മുടെ ഏതാണ് നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസ്സിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? 631/26. എക്സിന്റെ യൂണിറ്റ് എന്ത് വരും? പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്താണ്? റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണെങ്കിൽ 1, 3,
7 9 ആണെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇവിടെ 1 തന്നെയാണ് യൂണിറ്റ് മൈനസ് ഒന്നായിരിക്കും. അതെ, ഇവിടെ 7/38. ഇപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 36 വരുമ്പോൾ റിമൈൻഡർ 2 ആണ്. 2 ആണെങ്കിൽ എന്ത് ചെയ്യുക? ബേസ് ഡിജിറ്റിനെ എത്രയാണോ റിമൈൻഡർ വരുന്നത് അതുകൊണ്ട് സ്ക്വയർ എടുക്കുക, പവറായിട്ട് എഴുതുക റിമൈൻഡറിനെ. 7ന്റെ സ്ക്വയർ 49, അതിന്റെ യൂണിറ്റ് 9 അധികം 266/54. ഇവിടെ എത്ര വരും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. 6ന്റെ സ്ക്വയർ 36. അപ്പോൾ 6ന്റെ ഏത് പവർ ആയാലും യൂണിറ്റ് 6 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആൻസർ എന്ത് വരും? 7 - 9, അതായത് -2 വരും. അപ്പോൾ ഒരിക്കലെങ്കിലും യൂണിറ്റ് മൈനസ് വരുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മൈനസ് നമ്പറാണ് യൂണിറ്റ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആ മൈനസിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 10 അങ്ങ് കൂട്ടണം. ഡിറ്റേഴ്സ് ആണെങ്കിൽ 9 കൂട്ടുന്നത്, യൂണിറ്റ് ആണ് 10 കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും? 10 - 2 8 എന്ന് കിട്ടും. അപ്പോൾ 8 ആണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നമ്പറിൻ്റെ ഈ ഒരു ഗിവൺ എക്സ് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ യൂണിറ്റ്. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, സം ഓഫ് ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 1/7 ഓഫ് ദ നമ്പർ. സം ഓഫ് വിച്ച് x plus y. x plus y equal to 1/7 of that number. എന്ന് വെച്ചാൽ 10x plus y ആണ് നമ്പർ. അങ്ങനെയാണെങ്കിൽ 7x plus 7y equal to 10x plus y. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y പുറത്തുമ്പോൾ 6y എന്ന് കിട്ടും. അപ്പോൾ x/y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6/3 2/1 എന്ന് കിട്ടും. x/y യുടെ വാല്യൂ 2/1. ഇനി ദ യൂണിറ്റ് ഡിജിറ്റ് ഈസ് 4 ലെസ് ദാൻ ദ 10th ഡിജിറ്റ്. അപ്പോൾ ഇതാണല്ലേ നമ്പർ എക്സും വൈയും. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ഇതും ഇത് 10th ഡിജിറ്റും ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് കുറവ്? 4 ലെസ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 2 യൂണിറ്റ്, 10th ഡിജിറ്റ് 2 യൂണിറ്റ് ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ് ആണ്. ഈ 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 4. ഇപ്പോൾ 2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ 8ഉം y എന്ന് പറഞ്ഞാൽ 4ആണ്. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാണ്? 84 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിൻ്റെ 1/7 എന്ന് പറഞ്ഞാൽ 21 ആണ്. ഓക്കെ, സം ഓഫ് ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 1/7 ഓഫ് ദ നമ്പർ. ഓക്കെ, 1/7 എന്ന് പറഞ്ഞാൽ എത്ര? 12 ആണെങ്കിൽ 12 ആണ്. 84/7 എന്ന് പറഞ്ഞാൽ 12 ആണ്. സാറ്റിസ്ഫൈഡ്. ഇഫ് ദ നമ്പർ ഒബ്റ്റൈൻഡ് ബൈ റിവേഴ്സിംഗ് ഇസ് ഡിജിറ്റ്. റിവേഴ്സ് ചെയ്യുമ്പോൾ എത്ര? 48 ഡിവൈഡ് ബൈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരുന്നത്? 6 വട്ടം പോകുമ്പോൾ 42, ബാക്കി 6 യൂണിറ്റ് റിമൈൻഡർ എത്ര വരും? 6 എന്ന് വരും. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പിനാക്കളുടെ സൊല്യൂഷൻ കറക്റ്റായിട്ട് എത്തിക്കുക. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എത്തിക്കുക. സിമ്പിൾ അല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് എത്തിക്കുക. വേറെ എവിടെ നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരരുത്. നിങ്ങൾ ഈ ക്ലാസ് കൊണ്ട് തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയാണ് തരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെ നമ്പേഴ്സ് ഡിവൈഡ് ബൈ ഗ്രേറ്റസ്റ്റ് നമ്പർ എക്സ്, ദെൻ ദ റിമൈൻഡർ ഇൻ ഈച്ച് കേസ് ഈസ് വൈ. വാട്ട് ഈസ് വാല്യൂ ഓഫ് x - y? അപ്പോൾ ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത്? ഒരു നമ്പർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഉണ്ട്, അതെല്ലാം എന്താണ്? സെയിം ആണ്. അപ്പോൾ റിമൈൻഡർ സെയിം ആണ്. പക്ഷെ ഒരിക്കലും ഈ ഗ്രേറ്റസ്റ്റ് നമ്പർ എക്സ് എന്ന് പറഞ്ഞാൽ എന്തല്ല? ഈ നമ്പേഴ്സിൻ്റെ HCF അല്ല. ഈ നമ്പേഴ്സിൻ്റെ HCF ആണ് എക്സ് എങ്കിൽ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് എക്സ് എങ്കിൽ ഒരിക്കലും എന്ത് വരത്തില്ല? അവ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരത്തില്ല. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം, ദീസ് ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം എവിടെ ചെയ്തിട്ടുണ്ട്? ദീസ് ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ഞാൻ എവിടെ ചെയ്തിട്ടുണ്ട്? ഏകലവ്യ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. ഏകലവ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ ബേസിക് ബാച്ച് മാത്രമല്ല, ബേസിക് ടു ഹൈ ലെവലാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏകലവ്യ ബാച്ചിൽ LCM SCFന്റെ ഫുൾ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഏകലവ്യ ബാച്ച് ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ഐ ബട്ടണിൽ കൊടുക്കാറുണ്ട്. നിങ്ങൾ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാത്തിൻ്റെയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അത് എടുത്ത് കാണുക. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ്സുകൾ എൻ്റെ മെത്തേഡ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൊല്യൂഷൻ ആയിരിക്കും ചെയ്യുന്നത്. സ്പീഡായിട്ട് തോന്നുന്നവർ അതൊക്കെ എടുത്ത് കണ്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസിൻ്റെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഡിഫറൻസിൻ്റെ HCF ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഡിഫറൻസിൻ്റെ ഏതെങ്കിലും 2 ഡിഫറൻസ് എടുത്താൽ മതി, അതിൻ്റെ HCF ആയിരിക്കും. അപ്പോൾ HCF ഓഫ് ഏതാണ്? ഡിഫറൻസ് എടുക്കുക. എത്ര ഡിഫറൻസ്? ഒന്നുകിൽ കൂട്ടിപ്പോവാം. എത്ര? 8 കൂടെ കൂട്ടിയാൽ 6900, പിന്നെ 100, 200, 5, 213 അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുക. ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും? 26 കൂട്ടിയാൽ 7131, പിന്നെ 426. ഓക്കെ, 426 വരും. ഇതിൻ്റെ HCF എന്ന് പറഞ്ഞാൽ എത്ര വരും? HCF കണ്ടുപിടിക്കുന്ന ചെറിയ നമ്പർ എടുക്കുക, എന്നിട്ട് വലുതായിട്ട് പോകുന്നു നോക്കാം. അതെ, പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഫാക്ടറൈസ് ചെയ്യണം. 213 എന്ത് കൊണ്ടുണ്ട്? 426 പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 213. MTSന്റെ ക്വസ്റ്റൻ ആണ്. എക്സിന് വരെ നമ്മൾ 213 ഇങ്ങനെ ആയിരിക്കണം എഴുതുന്നത്. 213 മൈനസ് വൈയുടെ വാല്യൂ. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിമൈൻഡർ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 68 92 ഇതിനെ 213 ഡിവൈഡ് ചെയ്യും. ഏതിനെ ഡിവൈഡ് ചെയ്താലും സെയിം ആയിരിക്കും റിമൈൻഡർ. അപ്പോൾ എത്ര വരും? 213 ഗുണം 3. 3 ആകുമ്പോൾ എന്ത് വരും? 213 639, ബാക്കി 50, 502, 213 2 426, ബാക്കി 426 4 430, 74 2 76. 76 നമ്മുടെ വൈ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിറ്റ് എടുത്ത് വരും 13 - 6 7 വരും. ആ 2 ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കുറയ്ക്കാം. എത്ര? 137. അതെ, 137, 70, 276, 213. ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അടിപൊളി ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ, ഏകലവ്യ ബാച്ചിലെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ
കൂടുതൽ എന്താവും, നിങ്ങൾക്ക് കാര്യങ്ങൾ സെറ്റ് ആവും. എക്സ് ബീത. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ നമ്മളൊരു അർജുന ബാച്ചിൽ ഒരു 10 ക്വസ്റ്റ്യനാണ് മാക്സിമം ചെയ്യുന്നത്, 10-12 ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ ആ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് 50 ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് എക്സ് ബി ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡ്സ് ഇത്രയും നമ്പേഴ്സ്, റിമൈൻഡർ ഇൻ എച്ച് ഈസ് സെയിം. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് വാട്ട് ഇസ് ദ സം ഓഫ് ഡിജിറ്റ് ഓഫ് എക്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഹോംവർക്കായിട്ട് തരാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തുണ്ട്, അടിപൊളിയായിട്ട് വല്ല കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. വെറുതെ ഹോംവർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ച് കാൽക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, വളരെ എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഡിഫറൻസിൻ്റെ എച്ച് എഫ് ആണ് നമ്മുടെ ആ ഒരു വാല്യൂ എക്സ് എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ത് കിട്ടും, ഡിഫറൻസ് അങ്ങോട്ട് എടുക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 5 4 കുറച്ചുള്ള 1, ഡയറക്റ്റ് അങ്ങനെ പെട്ടെന്ന് കൂട്ടാൻ പറ്റത്തത് ഇങ്ങനെ ചെയ്യും. 7 നെറ്റ് കുറയ്ക്കാൻ പറ്റില്ല, 17 നെറ്റ് കുറച്ച് 9, ഇവിടെ എന്തായി 3 ആയി, 1 കുറവ് 13 9 കുറച്ചാൽ 4. ഇപ്പം ഇങ്ങനെ ചെയ്യണം. 4 5 4 പോയാൽ 1. അടുത്തത് ഇത് ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് ഇനി 4 2 പോയാൽ 2, 8 3 പോയാൽ 5, 9 1 പോയാൽ 8, 4 4 പോയാൽ 0. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് 1491 852. ഓക്കെ, ഞാനൊന്ന് നല്ലോണം എഴുതി. 1491. എക്സിൻ്റെ വാല്യൂ എന്ത് വരും, എക്സ് എന്ന് പറഞ്ഞാൽ 1491, അതായത് 852. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 852 എടുത്തിട്ട് ഇതിനകത്ത് പോകുന്ന നോക്കണം, 2 ഇൻറ്റു ചെയ്യണം, 3 ഇൻറ്റു ചെയ്യണം, അങ്ങനെ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ 852 എന്ന് പറഞ്ഞാൽ നോക്ക് 213 ഗുണം 4 ആണ്. 1491 എന്ന് പറഞ്ഞാൽ 213 ഗുണം 7 ആണ്. ഓക്കെ, ഇപ്പം 4 കൊണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. 4 ഗുണം 213 ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഒരു വട്ടം നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ എച്ച് സി എഫ് എന്ത് കിട്ടി നമുക്ക്, എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 213 കിട്ടി. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര കിട്ടും, 2 3 5 1 6. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ആൻ ഇന്റീജർ n ഈസ് ഡിവൈഡഡ് ബൈ 8, റിമൈൻഡർ 3 ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 എന്ന് പറഞ്ഞാൽ 11. ആ നമ്പർ ഏറ്റവും സിമ്പിൾ ആയിട്ട് 11 എടുക്കും, അല്ലെങ്കിൽ 3 എടുത്താലും മതി. 3 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, റിമൈൻഡർ 3 എന്നാണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് 6n - 1? എന്നിന് വരെ ഞാൻ എന്ത് കൊടുത്തു, എന്നിൻ്റെ വാല്യൂ നമ്മൾ 11 എടുത്തു. ഏറ്റവും ചെറിയ അങ്ങനത്തെ ഏറ്റവും ഒരു നമ്പർ എടുത്തു. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന ഒരു നമ്പർ. ഓക്കെ, വാട്ട് വിൽ ബി ദ റിമൈൻഡർ വിൻ 6n - 1? അപ്പോൾ എന്നിന് നമ്മൾ 11 കൊടുക്കുമ്പോൾ 66 - 1 65. 65 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്, 66 വരെ പോകും, ശിഷ്ടം എത്ര വരും, 1 വരും. അല്ലെങ്കിൽ എന്നിന് നിങ്ങൾ 3 കൊടുത്താൽ 6 3 18 - 1 17. 17 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും, 1 ആൻസർ വരും. വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ 11 ഡിജിറ്റ് നമ്പർ ഇത് 72 കൊണ്ട് ഡിവിസിബിൾ ആണ്, എക്സും വൈയും ഈക്വൽ ആണ്, ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ദെൻ വാട്ട് ഇസ് വാല്യൂ ഓഫ് റൂട്ട് എക്സ്? ഇപ്പോൾ 72 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ 8 കൊണ്ടും 9 കൊണ്ടും ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്ഷൻ നോക്കുമ്പോൾ റൂട്ട് എക്സ് വൈ ആണ്, എക്സും വൈയും ഈക്വൽ ആണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ അത് എന്ത് കിടപ്പുണ്ട്, 7 കിടപ്പുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് എടുക്കുന്നുള്ളൂ. ഇത് റൂട്ട് 7 റൂട്ട് ഇതും അവിടെ നിൽക്കട്ടെ. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7, ഈ 2 3 ആവണം, അല്ലെങ്കിൽ 2 7 ആവണം. എങ്കിലേ നമുക്ക് എന്ത് വരത്തുള്ളൂ, റൂട്ട് ഓഫ് അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ആ ഒരു വാല്യൂടെ വരത്തുള്ളൂ. 7 കൊടുക്കുമ്പോൾ എന്ത് തോന്നുന്നു, ഇവിടെ 7 കൊടുക്കുമ്പോൾ 576, 8ന് മൾട്ടിപ്പിൾ ആണ് നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ 56 വരെ പോകും, ബാക്കി 16. അതെ, 8ന് മൾട്ടിപ്പിൾ ആണ്. ഇനി ഇവിടെ 7 വരുമ്പോൾ 9ന് മൾട്ടിപ്പിൾ ആണ് നോക്കും. 7 വരുമ്പോൾ 12 7 അല്ലേ, 7 7 6 13 5 18. ഓക്കെ, 9ന് മൾട്ടിപ്പിൾ പോയി 12 20 28, ബാക്കി 27 വരെ പോയി, ബാക്കി 1 1 5 6 6 5 11. വൈക്ക് എത്ര വരും, വൈക്കും 7 വരും. ഇപ്പോൾ എക്സ് ഈക്വൽ വൈ ഈക്വൽ 7 വരും. ഓപ്ഷൻ സി എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. സ്മാർട്ട് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എക്സിന് വാല്യൂ ചെക്ക് ചെയ്ത് നോക്കണം. എക്സിന് 1 നോക്കണം, 2 നോക്കണം, നമുക്ക് ഏത് വേണമെങ്കിലും. 9, എക്സിന് 9 കൊടുത്ത് നോക്കാം. 1 കൊടുത്തു 51, 48 വരെ പോകും, 36 പറ്റത്തില്ല. 2 കൊടുത്തു 46 പറ്റത്തില്ല. 3 കൊടുത്തു, 3 കൊടുക്കുമ്പോൾ പറ്റും, എക്സിന് 3 കൊടുക്കാൻ പറ്റും. ഇനി 3 കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. 9 13 17 17 25 33 38 43. വൈക്ക് എത്ര വരും, 2 വരും. നമ്മുടെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ. അടുത്ത 4 വയ്ക്കുകയും 5 വയ്ക്കുകയും 6 വയ്ക്കുകയും 7 വയ്ക്കുമ്പോൾ പിന്നെ വരും. പിന്നെ എന്ത് ചെയ്യാം, 7 വരുമ്പോൾ നമുക്ക് ഇവിടെ എത്ര വൈയുടെ വാല്യൂ വരും നോക്കണം. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാളും ജസ്റ്റ് ഓപ്ഷൻ നോക്കി ഒന്ന് ചെയ്യുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യുക, അതാണ് വഴി. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഡിവിസിബിലിറ്റിയിൽ ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 47ാമത്തെ ക്വസ്റ്റ്യൻ. എ ഗാർഡനർ പ്ലാന്റഡ് ഇത്രയും സാപ്ലിങ്സ് ഇൻ എ ഗാർഡൻ such that there were as many as rows and saplings as the columns. അതായത് എത്ര റോ ഉണ്ടോ അത്രയും തന്നെ കോളംസും ഉണ്ട്. ഓക്കെ, റോയും കോളംസും ഈക്വൽ ആണ്. അപ്പോൾ എക്സ് കോളംസ് ഉണ്ടെങ്കിൽ എക്സ് റോയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ടോട്ടൽ 1936 നമ്പർ ഓഫ് റോസ് പ്ലാന്റഡ്. അപ്പോൾ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് എന്തായിരിക്കും, 6 ആയിരിക്കും. 6 ഗുണം 6 അല്ലെങ്കിൽ 44 വരും. 4 ഗുണം 4. ഇതുമല്ല ഇതുമല്ല. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64, 4 വരണം. 42 സ്ക്വയർ 2 സ്ക്വയർ 4 വരണം. ഇവിടെ 6 വരുന്നത്. എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയറാ, 44 സ്ക്വയർ. 44 സ്ക്വയർ. 42 സ്ക്വയർ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 42 സ്ക്വയർ എന്ന് പറഞ്ഞാൽ
50 6 കുറവാണ് എന്നുവെച്ചാൽ 6ന്റെ സ്ക്വയർ 36 എഴുതണം. പിന്നെ 25 നമ്മൾ 50ന്റെ അടുത്തുള്ള നമ്പേഴ്സിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്ക്വയർ ആൻഡ് ക്യൂബ് മലയാളം എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. മലയാളം SSC എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ് കണ്ടാൽ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ സംഭവം ചെയ്തതെന്ന്. 25 എന്ത് ചെയ്യാം, 6 കുറയ്ക്കുമ്പോൾ 19 36. നമുക്ക് ഈസി ആയിട്ട് എത്ര സ്ക്വയർ ആണത്, 44ന്റെ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു വഴിയുണ്ട്. 19 36 2 സാധനം മാറ്റുക, എന്നിട്ട് തൊട്ട് മുമ്പത്തുള്ളതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക 4 ആ 4 ഇവിടെ എഴുതി. പിന്നെ എന്ത് ചെയ്തു, 4 4 16 ഇഷ്ടം 3 336. പിന്നെ 4 4 കൂടി ഇവിടെ 8 എഴുതി. എന്നിട്ട് ഏത് നമ്പർ ഇവിടെ എഴുതണം, സച്ച് ദാറ്റ് പ്രോഡക്റ്റ് ഇതിനകത്ത് കൂടരുത്. അപ്പം അതായത് ഇവിടെ ഇപ്പോൾ 4 എഴുതുന്നെങ്കിൽ 84 ഗുണം 4 84 ഗുണം 4 എന്ന് പറഞ്ഞാൽ എത്ര വരും, 320 16 326. അപ്പോൾ അത് തന്നെയാണ്. ഓക്കെ, 44 336 ഇവിടെ എന്ത് 0 ആണ്. അപ്പോൾ 44 ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലോങ് ആയിട്ടുള്ള റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കി തന്നെ ഈ ഒരു വഴി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ നമ്പേഴ്സിൻ്റെ പരിചയമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് 40 to 50 വരെയുള്ള സ്ക്വയേഴ്സ് ഒന്ന് പഠിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയത്, കുറച്ച് ദിവസം ഒന്ന് എഴുതിയാൽ മതി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പേഴ്സ് ഓഫ് 4 digit ക്രിയേറ്റഡ് യൂസിങ് നമ്പേഴ്സ്? ഓക്കെ, ഈച്ച് നമ്പർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്. അപ്പോൾ ഒറ്റ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു നമ്പേഴ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ നമ്പർ ഏതായിരിക്കും, 9 6. ഏറ്റവും വലുത് ആദ്യം എഴുതി പോകും, വലുതിൽ നിന്ന് ചെറുത് ഡിസെൻഡിങ് എഴുതാം. 9 6 5 2 ആയിരിക്കും വലുത്. ചെറുത് ഏതായിരിക്കും, ചെറുത് ആദ്യം തുറന്ന് 2 അടുത്ത വലുത് 5 അടുത്ത വലുത് 6 9. ഡിഫറൻസ് എത്ര വരും, 12 - 9 3. 3 അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 2 ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. 3 ഇവിടെ 4 വരും, 14 6 പോയാൽ 8 8 3 അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി. കുറയ്ക്കാനും കൂട്ടാനൊക്കെ നല്ല സ്പീഡിൽ അറിയണം, അതാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. 48 ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഓൾ പോസിബിൾ 3 digit നമ്പർ ഫോംഡ് യൂസിങ് ഡിജിറ്റ് 3 0 and 7. 3 0 7 എന്ന് പറയുന്ന ഡിജിറ്റുകൾ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ പോസിബിളും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 307 370 3 7 എടുത്ത് 3 0 എടുത്തു. ഇനി 0 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത 703 തിരിച്ചങ്ങോട്ട് 703, അതുപോലെ 730. ഓക്കെ, എല്ലാം 4 നമ്പേഴ്സായി ഇത്രേ പറ്റുള്ളൂ. ഇനി എന്താ 300 300 600 1400 1400 600 2000 2070 2080 2110. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാൻ മാറ്റി ബാക്കി കൂട്ടിയാൽ മതി. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന മാത്സിന്റെ എക്സസൈസ്. വാട്ട് ഈസ് ദ സം ഓഫ് ഡിജിറ്റ് ഓഫ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 15 18 42 ലീവ്സ് ദ സെയിം റിമൈൻഡർ 8 in each case and also divisible by 13. ആ നമ്പർ 13ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും, റിമൈൻഡർ 8 ആണ്. ഓക്കെ, ഇപ്പൊ എന്ത് പറയാം, 15ന്റെ 18 42 LCM ആണ്. അപ്പൊ 15ന്റെ 42 കോമൺ ആയിട്ട് എന്തുണ്ട്, 15ലും 42ലും 15 18 കോമൺ ആയിട്ട് എന്തുണ്ട്, 3 ഉണ്ട്. അപ്പൊ 5 കൊണ്ട് ഇവിടെ ഗുണിക്കുക, അതായത് 90 42 തമ്മിലുള്ള LCM ആണ് വേണ്ടത്. LCM എടുക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, നിങ്ങൾ ഏകലവ്യ ബാച്ച് കാണാം. 90 42 കോമൺ ആയിട്ട് എന്തുണ്ട്, 6 ഉണ്ട്. ഇവിടെ 3 അതെ 6 ഉണ്ട്. 6 മാത്രമേ 7 അപ്പം ഇതിനെന്ത് ചെയ്യണം, 7 കൊണ്ട് ഗുണിക്കണം. ഓക്കെ 6 7 കൊണ്ട് ഗുണിക്കണം. 7 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് LCM 630 കിട്ടും. LCM 630 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 630K + 8 ആണ്, റിമൈൻഡർ 8 ആണ്. ഇത് 13ന്റെ റിസൾട്ടാണ്. അപ്പൊ എന്ത് വരും, 13 4 52, ബാക്കി 11 110K, 13 8 104, ബാക്കി 6K. അപ്പൊ 6K അധികം 8 എന്ന് പറഞ്ഞാൽ 13ന്റെ മൾട്ടിപ്പിൾ ആണോ? അപ്പൊ കേക്ക് ഏത് വില എടുക്കാം, കേക്ക് 1 എടുത്താൽ പറ്റത്തില്ല, 2 എടുത്താൽ 12 20, 3 എടുത്താൽ 18 26. അപ്പൊ കേയുടെ വില 3 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആൻസറിന്റെ സം ഓഫ് ഡിജിറ്റ്. അപ്പൊ നമ്മൾ ഡിജിറ്റ് സം അപ്ലൈ ചെയ്തത്. ഇപ്പം 3 കൊടുക്കുമ്പോൾ ഇത് വരും 63 × 3, അതായത് 9 ആണ്. ഡിജിറ്റ് സം 9 ആണ്. അത് 9 തൊട്ട് 17 എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് സം 8. നമ്മുടെ ഓപ്ഷനകത്ത് ഏതാണ് 8 വരുന്ന ഡിജിറ്റ് സം, ഇതെല്ലാം 6 ആണ് 4 ആണ് 8 വരുന്ന ഓപ്ഷൻ ഡി. കഴിഞ്ഞു. നിങ്ങൾ ആ നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ ഡി. നിങ്ങൾക്ക് ഡീറ്റെയിൽ സം നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ ആൻസറിന്റെ ഡീറ്റെയിൽ സം എന്ന് പറഞ്ഞാൽ ഒറ്റ ഡീറ്റെയിൽ എഴുതുന്ന ആൻസർ ഡീറ്റെയിൽ സം എത്ര ആയിരിക്കും, 8 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുപിടിക്കണം, ആ നമ്പർ കണ്ടുപിടിക്കണം. 630 × 3 + 8 60 ഇത് ചെയ്യേണ്ടി വരും. 0 3 9 6 18 1898 എന്ന് വരും. സം ഓഫ് ഡിജിറ്റ് 9 തൊട്ട് 17 കിട്ടും. 25 1 26. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കാണും. ഡീറ്റെയിൽ സം അറിയാവുന്നവർ എന്ത് ചെയ്യും, ഇതുപോലെ ചെയ്യും. സമയം ഓരോ സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. 50 ക്വസ്റ്റ്യൻസ് നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ചാപ്റ്റർ CI ആൻഡ് SI ആയിരിക്കും. അപ്പോൾ ഞാൻ ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ നിങ്ങൾക്ക് ക്ലാസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്, പക്ഷേ അത് പ്രാക്ടിക്കലി എനിക്ക് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ അർജുന ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങളെ ആ ഒരു പിനാക്കിളിന്റെ സൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അർജുന ബാച്ച് നിങ്ങൾക്ക് ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് 5 ക്വസ്റ്റ്യനൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ വെച്ച് ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് തരാനാണ് ഞാൻ വിചാരിക്കുന്നത് അർജുന ബാച്ചിന്റെ. ബാക്കി ഏകലവ്യം
മറ്റേ റെയിൽവേയുടെ ക്ലാസ്സുകൾ എനിക്ക് ശനി ഞായർ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വോളിബോളിന്റെ സൊല്യൂഷനും എന്ത് ചെയ്യും, അതായത് വീക്കുകളിൽ തരും. മാക്സിമം നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ അതെല്ലാം കണ്ട് പഠിക്കുക. ഈ പറയുന്നവർ എല്ലാവരും ഈ കണ്ടു പഠിക്കും. ക്ലാസ്സിൽ വരുന്നില്ല എന്ന് പറയുന്നില്ല, ഫുള്ള് കാണാൻ നോക്കുക. എന്ത് ചെയ്യും, മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ലെവലോ ഇതൊന്നും നോക്കുന്നില്ല. നല്ല ക്വസ്റ്റ്യൻസും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ ഇതിൻ്റെ PDF ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.